ഒരാളെ കുറിച്ചും നിങ്ങളൊന്നും പറയരുത്, അറിയാത്തത് പറയരുത്, കാണാത്തത് പറയരുത്. ഒരാളെയും നിങ്ങൾ നാണം കെടുത്തരുത്, ഒരാളുടെ ജീവിതവും നിങ്ങൾ തകർക്കരുത്. അങ്ങനെ തകർത്താ നാളെ തകരുന്നത് നിന്റെ ജീവിതമാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും ചെറുപ്പക്കാരാ. നിന്റെ സർവ്വ അമലുകളും കരിഞ്ഞു പോകുമടാ. എടാ വിറക് തീ വിറക് തിന്നുന്നത് പോലെ നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ സദഖയും നിന്റെ ഖുർആനും നിന്റെ ദിക്റും നിന്റെ വഅലും എല്ലാം പടച്ചവനെ തിന്നു തീർക്കുകയാണ്. അതുകൊണ്ട് ചെറിയ പാപമായി കരുതരുത്. എടാ തൗബ ചെയ്യാൻ പടച്ചവനെ അങ്ങനെ ജീവിതത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്നീ സദസ്സിൽ നിന്നുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്യാതെ ഒരാളും ഇന്നിവിടെ നിന്ന് പിരിയരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ ദുനിയാവ് ചെറുതാണ് മോനെ, ഒന്ന് തൗബ ചെയ്യാൻ പോലും സമയം കിട്ടണമെന്നില്ല. എപ്പോഴെവിടെ വെച്ചാണ് മരണം കടന്നു വരുന്നതെന്ന് പറയാ കഴിയില്ലല്ലോ. എപ്പോഴേത് സമയത്താണ് മരണം വരുന്നതെന്ന് പറയാ കഴിയില്ലല്ലോ. അല്ലാഹുവേ, അസ്റായിലിനെ എന്തായാലും ഒരു ദിവസം നീ കണ്ടുമുട്ടുമല്ലോ. എടാ ചെറുപ്പക്കാരാ, കൂടെ കിടന്ന ഭാര്യയോട് ഒന്ന് പൊരുത്തം ചോദിക്കാൻ കഴിയാതെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് പോയി എത്രയോ പേരുണ്ട് ചെറുപ്പക്കാരാ. ഇതുപോലെ മരണപ്പെട്ടു പോയി എത്രയോ പേര്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് തൗബ ചെയ്യുന്നത് പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നീ പറഞ്ഞവര് മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞിട്ട് നിന്റെ അമലുകൾ മുഴുവനും അവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ പിന്നെ എന്ത് നേടാൻ കഴിഞ്ഞു ചെറുപ്പക്കാരാ? അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരാളെയും വേദനിപ്പിച്ചതല്ല, ഒരാളെയും കുറ്റപ്പെടുത്തിയതല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറഞ്ഞതാ. നമുക്കും ഭാര്യയുണ്ടല്ലോ, നമുക്കും മക്കളുണ്ടല്ലോ, നമുക്കും കൂടപ്പിറപ്പുണ്ടല്ലോ. എടാ നീ മറ്റൊരുത്തനെ കളിയാക്കുമ്പോ ചിന്തിക്കണം, അവനും അഭിമാനമുണ്ട്, അവനും ഒരു ഭാര്യയുണ്ട്, അവനും മക്കളുണ്ട്, അവനും മാതാപിതാക്കളുണ്ട്, അവനും കുടുംബക്കാരുണ്ട്, അവന് സമൂഹത്തിന്റെ മുന്നിൽ ഒരു നിലയും വിലയുമുണ്ട്. നീ അത് തകർക്കാൻ നോക്കുമ്പോ നാളെ നീ നാണം കെടുന്ന രംഗമെന്ന് ചിന്തിക്കൂ. പാവപ്പെട്ട നിന്റെ ഭാര്യ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്ന അവസ്ഥ, നിന്റെ മക്കള് മറ്റുള്ളവന്റെ മുന്നിൽ തലകുനിച്ച് നടക്കേണ്ട ഒരവസ്ഥ, മോനെ ചിന്തിച്ചു നോക്കൂ. അത് വല്ലാത്ത പരിതാപകരമാ. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചോട് അങ്ങനെ അനുഭവിച്ചവരോട് ചോദിച്ചാൽ അറിയാം അതിന്റെ വേദന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് മുഖമുള്ളവരാകല്ലേ, രണ്ട് മുഖമുള്ളവരാകല്ലേ, ഒരു മുഖത്തോടെ ജീവിക്ക ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ടോ നീ അസൂയ വെക്കല്ലേ, നീ പരദൂഷണം പറയല്ലേ, നീ വൈരാഗ്യം വെക്കല്ലേ, മോശമായത് പറഞ്ഞ് നടക്കല്ലേ. ഉമ്മ നീ അങ്ങനെ നടക്കുന്നവളാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദുശീലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ തിരുത്താ തയ്യാറായിക്കോ. അല്ലെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നാണം കെട്ട് വരേണ്ടി വരുമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സഹാബാ, നാളെ പടച്ചറപ്പിന്റെ ലോകത്ത് നാണം കെട്ട് വരുന്ന മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ജീവിതത്തിൽ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് പുറത്തു തരണേ അല്ലാ. അറിയാതെ ചെയ്തു പോയതാണല്ലാ, പല അവസരങ്ങളിലും പെട്ടുപോയതാണല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാന്. ഞങ്ങളൊരാളെ നാണം കെടുത്തിയതിന്റെ പേരില് ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ അല്ലാ. ആ വേദന ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, അവര് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ.
അതുകൊണ്ട് നിർത്തുകയാണ്. ഒരൊറ്റ സൂറത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ മയ്യത്താണ് പടച്ചവനെ ഖബറടക്കുന്നതിന് വേണ്ടി വെക്കുമ്പോ അതാ ഒരുപാട് മഹാന്മാർ ഒരുപാട് പേര് വിടന്നു കൂടുകയാണ്. ചരിത്രമാണ് പറയുന്നത്. പടച്ചവനെ ഒരുപാട് പേര് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. ആ സ്വഹാബികളുടെ ജനാസ ഖബറടക്കാൻ ഒരുപാട് സ്വഹാബികൾ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് പേര് വിടന്നു കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തേ ജിബ്രീലേ ഇത്രയും വലിയ ഒരു ജനസാഗരം കടന്നു വരാറ്, ഇത്രയും ജനസാഗരം ഈ സഹാബികളുടെ ഖബറടക്കാൻ കൂടാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ ഒരു സൂറത്തിനെ നെഞ്ചിലേറ്റിയ സഹാബിയാ, ഖുർആനിലെ ഒരു സൂറത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ട സഹാബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയവരോട്, ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ബൈക്കോടിച്ച് വന്നവരുണ്ട്, കഷ്ടപ്പെട്ട് വന്ന ചെറുപ്പക്കാരാ, സിറാജിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന എന്റെ കൂടപ്പിറപ്പുകളോട് പറയുകയാ, മോനെ ഇതിലൊന്നുമല്ലടാ കാര്യം. നമുക്ക് രക്ഷപ്പെടേണ്ടേ. നമ്മൾ യഥാർത്ഥ കൂട്ടുകാരാണെങ്കിൽ നാളെ സിറാജെങ്ങാനും നരകത്തിപ്പെട്ടുപോയാ നീ എന്നെ കൈപിടിച്ചു കൊണ്ടുപോകണ്ടേ? അല്ലാഹുവേ, നിങ്ങൾ സ്വർഗത്തിലും ഞാൻ നരകത്തിലുമായ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ വേണ്ടേ ചെറുപ്പക്കാരാ? ഇനി നീ എങ്ങാനും നരകത്തിലായി അല്ല എങ്ങാനും എനിക്ക് സ്വർഗം തന്നാ, അല്ലാഹുവേ എന്നെ സ്നേഹിച്ചവനാ, അവന് നീ സ്വർഗം കൊടുക്കണേ എന്ന് പടച്ചവനോട് ശഫാഅത്ത് ചെയ്യാൻ അങ്ങനെ ഒരു ബന്ധം വേണ്ടേ ചെറുപ്പക്കാരാ? എന്നെ സ്നേഹിക്കുന്ന ഉമ്മമാര്, ഒരു യോഗ്യതയും ഈ പാവപ്പെട്ടവനില്ല. ഇരിക്കുന്ന മുഴുവനും പണ്ഡിതന്മാരാണ്. ഈ സദസ്സിൽ വഅദ് കേൾക്കാനിരിക്കുന്ന എത്രയോ ഉസ്താദന്മാർ എന്നെക്കാളും അറിവുള്ളവരാ, എന്നെക്കാളും കഴിവുള്ളവരാ. പക്ഷേ പടച്ചറമ്പെനിക്ക് എന്റെ ഉസ്താദന്മാരുടെ ദുആയാ, എന്റെ മാതാപിതാക്കളുടെ ദുആയാ. അല്ല ഇങ്ങനെ അവസരം തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനോടും ഈ സൂറത്ത് നിങ്ങൾക്കൊന്ന് ഓതാൻ കഴിയുമോ? ആ സൂറത്തിനെ നിങ്ങൾക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? എങ്കിലും 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നെ മയ്യത്ത് കെട്ടിലിന്റെ മുകളിൽ മലർത്തിക്കിടത്തുന്ന ദിവസമുണ്ടല്ലോ. നിന്റെ വീടും പരിസരം മുഴുവനും നിറയുകയാ. ഈ കക്കിഞ്ചയിലെ ജുമാ മസ്ജിദിന്റെ പരിസരം മുഴുവനും ജനസാഗരമാ. ഏതെങ്കിലും ഒരു വലിയ രാഷ്ട്രീയക്കാരൻ മരിച്ചതിന്റെ പേരിലല്ല, ഏറ്റവും വലിയ സമ്പന്നന്റെ മയ്യത്ത് കാണാൻ കൂടിയവരല്ല. ഈ പാവപ്പെട്ടത് ഈ വഅദിന്റെ സദസ്സിലിരുന്നു കൊണ്ട് മുത്തുനബി പറഞ്ഞ ഈ ഒരൊറ്റ നന്മ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാ ഒരുപാടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, നമ്മുടെ മയ്യത്ത് നമസ്കാരത്തില് ഒരു മഹാന് കടന്നു വരണം ചെറുപ്പക്കാരാ. അല്ലാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഭാഗ്യമല്ല, അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ വരേണ്ട അതിഥി ആരെന്നറിയുവോ? നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ വരേണ്ട അതിഥി ആരാ? അല്ലാഹുവേ, ആ മഹാന്റെ ദുആ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ഒരു മഹാൻ പങ്കെടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്ത് നിങ്ങൾ ആരെങ്കിലും ഓതിയാൽ നിങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിന് അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കാണും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. ഒരു മഹാൻ വരുമെന്ന് അല്ലാഹു ആദരിച്ച ചില ആൾക്കാരുടെ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു മഹാൻ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. അപ്പം മഹാന വേണോ സൂറത്ത് വേണോ? ഏത് വേണം? ആര് വേണം? മഹാന വേണോ സൂറത്ത് വേണോ?
എന്തു വേണം പറ എന്തു വേണം? ആർത്തിയ? പക്ഷെ 2 ഇൽമ പഠിച്ചിട്ട് കളഞ്ഞാൽ അതിൻ്റെ അടി കൂടെ കൂടുതൽ കൊള്ളേണ്ടി വരും. ഇനിയിപ്പോൾ ഈ അടുത്തെങ്ങും വഴുതില്ലല്ലോ, അടുത്ത മാസം കണ്ടല്ലേ, ഈ മാസം കണ്ടല്ലേ. അൽഹംദുലില്ലാ പറഞ്ഞിട്ട് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈബുക്ക്, ഈ സൂറത്ത് ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈബുക്ക്. നബിദിനത്തിന് കൊടി പൊങ്ങണ പോലല്ല, പൊക്ക് നല്ലതുപോലെ പൊക്കിക്കോ. ഈ സൂറത്ത് ചെറിയൊരു സൂറത്താ, ഇത് ഓതിയ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ഇതുപോലെ ജനങ്ങൾ കൂടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വഴുത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനേക്കാളും ആളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം തീരാറായപ്പോൾ ഒരുപാട് പേര് പോയി. ഇനി ദുആ ചെയ്യുമ്പോൾ ഇതിലും പകുതി പോകും. അവസാനം അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം കാണും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പറയുന്ന ഒരു സൂറത്ത് നിങ്ങൾ പഠിച്ചു വെച്ചോ. എൻ്റെ പ്രിയമുള്ളവരെ, ആരാണ് നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ വരുന്ന മഹാനാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടമാണ്. ഉമർ തങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. പടച്ചവനെ, അതാ ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ഒരു സഹാബി മരണപ്പെട്ടു. ആ മനുഷ്യന്റെ ജനാസ കബറടക്കാൻ അവിടെ നിന്ന് കഫൻ പൊതിഞ്ഞു പള്ളിയിലേക്ക് കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കേറാൻ പോകുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ വിളിച്ചു പറയുന്നു, ഉമറേ, ഞാൻ വന്നിട്ട് മയ്യത്ത് നമസ്കരിച്ചാ മതി, ഞാൻ വന്നിട്ട് മയ്യത്ത് നമസ്കരിച്ചാ മതി. ഉമർ തങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. പടച്ചവനെ, അങ്ങനെ ആ മനുഷ്യൻ വന്നു ഉളുവെടുത്തു. അങ്ങനെ ആ പ്രായമുള്ള മനുഷ്യനും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു. അങ്ങനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോ ഈ മനുഷ്യൻ ആ സൈഡിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുത്തില്ലെങ്കിൽ നിന്നോടാരും ചോദിക്കാനില്ല അല്ലാ. പക്ഷേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുത്താൽ നീ കരുണയുള്ളവനാണല്ലാ. ഒരു വ്യത്യസ്തമായ ദുആയാണ് ഈ പ്രായമുള്ള മനുഷ്യൻ ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ അടിമയ്ക്ക് നീ പുറത്തു കൊടുത്തില്ല എങ്കിൽ എന്തേ പുറത്തു കൊടുക്കാത്തതെന്ന് ഒരാളും നിന്നോട് ചോദിക്കില്ല അല്ലാ. അതിനുള്ള അധികാരം ആർക്കുമില്ല അല്ലാ. പക്ഷേ ഈ മനുഷ്യനെങ്ങാനും നീ പുറത്തു കൊടുത്താ നീ ഗഫൂറാണ് റബ്ബേ, നീ റഹീമാണ് റബ്ബേ. ഇങ്ങനെ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളാരാ? ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്യുന്നല്ലോ, എന്നോട് വന്നിട്ട് നിസ്കരിച്ചാ മതിയെന്ന് പറഞ്ഞല്ലോ. ഈ കിടക്കുന്ന മനുഷ്യന്റെ ആരാ? നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്താ? മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഞാൻ ആരെന്നറിയുമോ? ഞാൻ ഹിദർ നബി അലൈഹിസ്സലാം, ഹിദർ നബിയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ മയ്യത്ത് നമസ്കാരത്തിൽ ഞാൻ പങ്കെടുക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളും മരിക്കുമല്ലോ, നമ്മുടെ മയ്യത്തും പള്ളിയുടെ മുന്നിൽ വെക്കുമല്ലോ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ജനാസ നമസ്കാരത്തിൽ മഹാന്മാര് പറയുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച മഹാൻ ഹിദർ പള്ളിയിൽ വരുമെന്നാണ്. ഹിദർ നബിയാകട്ടെ വലിയാകട്ടെ ആരായാലും അല്ലാഹു ആദരിച്ച മഹാനല്ലേ. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ വരുമെന്നാ. ആ മഹാന് കയ്യില് മുസാഫകത്ത് ചെയ്യുമെന്നാ. അതുകൊണ്ടാണ് റബ്ബേ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞു പോകുമ്പോ മുസാഫകത്ത് ചെയ്യുമ്പോ ഈ തള്ളവിരലിന്റെ മുകളിൽ ഇങ്ങനെ ചിലര് നെക്കി നോക്കാറുണ്ട്. അത് വെറുതെയല്ല ഉപ്പാ. നിങ്ങൾ
ചിന്തിച്ചു നോക്ക്. പല പ്രായമുള്ളവരും വെള്ളിയാഴ്ച ജുമാകടിന്ന് ഇറങ്ങി പോകുമ്പോ പള്ളിയിൽ വന്നവരെ മുസാഫകത്ത് ചെയ്യുമ്പോ വിരലിന്റെ മുകൾ ഭാഗം തപ്പി നോക്കാറുണ്ട്. അത് വെറുതെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ. മഹാന്മാര് പറയുന്നു, ഹിദ്ർ നബിയുടെ കൈയുടെ മുകളിൽ ഒരു എല്ലിന്റെ ഭാഗമില്ല എന്നാണ്. അതുകൊണ്ടാണ് പലരും അങ്ങനെ തെരഞ്ഞു നോക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ, എന്തുമാകട്ടെ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ഹിദ്ർ നബി പങ്കെടുക്കണ്ടേ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് ഉമർ തങ്ങളോടല്ലേ പറഞ്ഞു കൊടുത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ അല്ലാഹു ആദരിച്ചവര് വരണോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് വരണോ? ഖുർആനിലെ ഒരു സൂറത്തിനെ നെഞ്ചിലേറ്റിക്കോ. അല്ലാഹുവേ, ഈ സൂറത്ത് മരിക്കുന്ന കാലം വരെ ഓതാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്.